സുഹൃത്തുക്കളെ, കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഇന്ത്യയിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് നോക്കാം. ഹോസ്പിറ്റലുകളിൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് റൂൾസ് കേരള ഹൈക്കോടതി ശരിവെച്ചു. ഇനി മുതൽ ചികിത്സയിൽ അമിത ബില്ല് ഈടാക്കാൻ ഹോസ്പിറ്റലുകൾക്ക് സാധിക്കില്ല. ചികിത്സാ കേന്ദ്രങ്ങളിൽ ലഭിക്കുന്ന ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രദർശിപ്പിക്കണം. എന്താണ് ഈ നിയമം? 2018 കോവിഡ് സമയത്താണ് ഈ നിയമം ഹൈക്കോടതി ആദ്യമായി ചൂണ്ടിക്കാട്ടിയത്. അമിത നിരക്ക് ഈടാക്കിയ ഹോസ്പിറ്റലുകൾക്ക് എതിരെയായിരുന്നു ഇത് ആദ്യമായി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് എക്യുപ്മെന്റ്സ് ഇല്ല എന്ന പരാതി. എക്യുപ്മെന്റ്സിന്റെ അവൈലബിലിറ്റിയെ സംബന്ധിച്ച് ഹെൽത്ത് മിനിസ്റ്റർ പ്രതികരണത്തിന് മറുപടിയുമായാണ് ഡോക്ടർ ഹാരിസ് ഹസൻ മുന്നോട്ട് വന്നത്. ഹെൽത്ത് മിനിസ്റ്ററിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ നേരിട്ട് അദ്ദേഹം കാര്യം ബോധിപ്പിച്ചതായും പറയുന്നു. രോഗികളിൽ നിന്നും ക്യാഷ് പിരിവിട്ടെടുത്തിട്ടാണ് പല എക്യുപ്മെന്റ്സും ഇപ്പോൾ വാങ്ങുന്നത്. അതുകൊണ്ട് മാത്രമാണ് ശസ്ത്രക്രിയകൾ മുടങ്ങാതെ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ മാത്രം ഒതുങ്ങുന്ന പ്രശ്നമല്ല, ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇത് തന്നെയാണ് അവസ്ഥ എന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കി. സ്കൂൾ കുട്ടികളുടെ മാതൃഭാഷാ പഠനവും ആശയവിനിമയ ശേഷിയും മെച്ചപ്പെടുത്താൻ ക്ലാസുകളിൽ ദിവസേന പത്രവായന നിർബന്ധമാക്കി. BSNL പുതിയ ഫ്ലാഷ് സെയിൽ പ്ലാൻ അവതരിപ്പിച്ചു. 2025 ജൂൺ 28 മുതൽ ജൂലൈ 1 വരെയാണ് ഓഫർ ലഭ്യമാവുക. 400 രൂപയ്ക്ക് 400 GB ഡാറ്റ 40 ദിവസത്തേക്കാണ് ലഭിക്കുക. ഇത് 4G ഹൈ സ്പീഡിലാണ് ലഭ്യമാവുക. അതിനാൽ തന്നെ ഇതിന്റെ കൂടെ കോൾ സർവീസ് ഉണ്ടായിരിക്കില്ല. കേരളത്തിൽ മസ്റ്ററിംഗ് നടത്താത്ത മുൻഗണനാ കാർഡുടമകൾക്ക് അടുത്ത മാസം മുതൽ റേഷൻ കിട്ടില്ല എന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. ഇനിയും 15,774 പേരാണ് മസ്റ്ററിംഗ് നടത്താൻ ബാക്കിയുള്ളത്. മൃതശരീരം കീറിമുറിക്കാതെ പോസ്റ്റ്മോർട്ടം ചെയ്യാം. മൃതശരീരം കീറിമുറിക്കാതെ നടത്തുന്ന പോസ്റ്റ്മോർട്ടം സമ്പ്രദായം വെർച്വൽ ഓട്ടോപ്സി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഈ രീതി ആരംഭിച്ചത് ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസിലാണ്. വെർച്വൽ പോസ്റ്റ്മോർട്ടം എന്നത് സ്കാനിംഗ് ഇമേജിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മൃതശരീരത്തെ കീറാതെ നടത്തുന്ന പരിശോധനയാണ്. മുല്ലപ്പെരിയാർ ഡാം തുറന്നു. മുല്ലപ്പെരിയാർ ഡാമിന്റെ 13 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർന്നു. ഫോളോ ഫോർ ഡെയിലി അപ്ഡേറ്റ്സ്.